മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. ചേർന്ന് പാടാം. പരിശുദ്ധൻ, സ്വരമുയർത്തി പരിശുദ്ധൻ, എല്ലാവരും ചേർന്ന്. കർത്താവേ നീ പരിശുദ്ധൻ. പോരാ, സ്വരമുയർത്തി. പരിശുദ്ധൻ, പരിശുദ്ധൻ, കർത്താവേ നീ പരിശുദ്ധൻ. കർത്താവേ പാപന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മുഖ്യദൂതന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. ചേർന്ന് പാടാം. പരിശുദ്ധൻ, സ്വരമുയർത്തി പരിശുദ്ധൻ, എല്ലാവരും ചേർന്ന്. കർത്താവേ നീ പരിശുദ്ധൻ. യേശുവേ, പരിശുദ്ധൻ, യേശുവേ, പരിശുദ്ധൻ, യേശുവേ, കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ, പരിശുദ്ധൻ, കർത്താവേ നീ പരിശുദ്ധൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ത്രിത്വത്തിന്റെ വലിയ സാന്നിധ്യം കർത്താവിന്റെ ആലയത്തിൽ ഇതാ വെളിപ്പെട്ടിരിക്കുക. പരിശുദ്ധ കുർബാനയിൽ അപ്പത്തിന്റെ രൂപത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇതാ വെളിപ്പെട്ടിരിക്കുന്നു. സമാഗമ കൂടാരത്തിലേക്ക് ഇറങ്ങി വന്ന് ഇസ്രായേലിന്റെ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ കാരുണ്യം ഇതാ നമ്മുടെ മധ്യത്തിൽ. നമുക്ക് ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. എൻ്റെ പേര് സോഫിയ. എനിക്ക് സാധിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും ജപമാലയിലും വചനപ്രഘോഷത്തിലും ആരാധനയിലും പരിശുദ്ധ കുർബാനയിലും സജീവമായി സംബന്ധിക്കുന്നു. ഇവിടെ ആ സാക്ഷ്യം ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. എൻ്റെ പേര് സോഫിയ. എനിക്ക് സാധിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും ജപമാലയിലും വചനപ്രഘോഷണത്തിലും ആരാധനയിലും പരിശുദ്ധ കുർബാനയിലും സജീവമായി സംബന്ധിക്കുന്നു. എനിക്ക് ഷുഗർ വളരെ കൂടുതലായിരുന്നു. മരുന്ന് കഴിക്കാതെ കുറയുകയില്ല എന്ന് ഡോക്ടർ അറിയിച്ചു. ഡിസംബർ 28 മുതൽ ജനുവരി 1 വരെയുള്ള കുന്നന്താനം സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടത്തുന്ന വിശ്വാസ അനുഭവ ധ്യാനത്തിൽ, നമ്മുടെ ഈ കൂട്ടായ്മ ഈ ഗ്രൂപ്പ് നടത്തുന്ന ധ്യാനത്തിൽ ഈ സഹോദരി സംബന്ധിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, മരുന്ന് കഴിക്കാതെ എന്റെ ഷുഗർ കുറഞ്ഞാൽ കുടമാളൂർ പള്ളിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് 5-ാം തീയതി ടെസ്റ്റ് ചെയ്തു നോക്കി. ഇവിടെ 1-ാം തീയതി ധ്യാനം കഴിഞ്ഞു. 5-ാം തീയതി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ റിസൾട്ടിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ അത്ഭുതകരമായിരുന്നു. ഷുഗർ രോഗത്തിൽ നിന്ന് ഈശോ ആ മകളെ പരിപൂർണമായും സുഖപ്പെടുത്തി. അപ്പൊ ഡോക്ടർ ചോദിച്ചു, ഇതെങ്ങനെയാ സംഭവിച്ചെന്ന് ചോദിച്ചു. സഹോദരി പറഞ്ഞു, ചങ്ങനാശ്ശേരി സഹിയോൻ ധ്യാന കേന്ദ്രത്തില് ധ്യാനം കൂടി പ്രാർത്ഥനയുടെ ഫലമാണ്. ഞാൻ പല ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അനുഭവമായ ധ്യാനമായിരുന്നു ഇത്. ഈശോ എല്ലാം കാണുന്നു, അറിയുന്നു എന്ന ബോധ്യം പൂർണ്ണമായും ബോധ്യമായി. എന്റെ കാലില് 1 മാസം മുമ്പ് പാദങ്ങളില് ചൊറിഞ്ഞു പൊട്ടിയ അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ മാതാവിന്റെ കുടമാളൂർ പള്ളിയില് മുമ്പിലുള്ള മാതാവിന്റെ തിരുസ്വരൂപത്തിന്റെ മുമ്പിലുള്ള എണ്ണയിൽ നിന്ന് പ്രാർത്ഥിച്ച് കുറച്ച് എണ്ണയെടുത്ത് വിശ്വാസത്തോടെ പുരട്ടി. അതിനുശേഷം ഇതുവരെയും ചൊറിച്ചിൽ അനുഭവപ്പെട്ടിട്ടില്ല. എന്റെ ജീവിത പങ്കാളി മദ്യപാനത്തിന് അടിമയായിരുന്നു. 47 വർഷമായിട്ട് മദ്യത്തിന് അടിമയായിരുന്നു. ധ്യാനം കൂടിയതിനു ശേഷം ഇതുവരെ മദ്യപിച്ചിട്ടില്ല. 47 വർഷമായി ശരീരത്തിൽ കൂടിയിരുന്ന അശുദ്ധാരൂപി മദ്യപാനത്തിന്റെ ദുഷ്ടവിശ്വാസ ധ്യാന സമയത്ത് ഈ സഹോദരൻ നിന്ന് വിട്ടൊഴിഞ്ഞു പോയി. കരമുയർത്തി തമ്പുരാനെ മഹത്വപ്പെടുത്തി യേശുവിന്റെ പരിശുദ്ധമായ രക്തത്താൽ ആ മകൻ പൊതിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. കരമടിച്ചു പാടി പ്രാർത്ഥിക്കാം. നന്ദി പറഞ്ഞ എല്ലാ മക്കളും
അഭിഷേകത്തോടെ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ജോബി എന്ന സഹോദരൻ വെച്ചൂരെന്ന് സാക്ഷ്യപ്പെടുത്തുകയും, ദിവ്യകാരുണ്യ ഈശോ ഈ ആലയത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും വന്ന് ഈശോയെ ആരാധിച്ച വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ മാസം എനിക്കുണ്ടായ എല്ലാ ശാരീരികമായ അസ്വസ്ഥതകളിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം നൽകി ഈശോ ആ സഹോദരനെ സുഖപ്പെടുത്തിയെന്ന് കർത്താവിന്റെ വചനം ആ മകനില് അന്വർത്ഥമായെന്ന് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയും, അതുപോലെ രാജു എന്ന സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയും, ഞങ്ങൾ 5.5 വർഷമായി സ്ഥിരമായി ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനും എന്റെ മകനും ആരാധനയ്ക്ക് ശേഷം ചങ്ങനാശ്ശേരിയിലേക്ക് ബൈക്കിൽ മടങ്ങിപ്പോകുമ്പോൾ ചിങ്ങനത്ത് വെച്ച് ഒരു ഇന്നോവ കാറ് പുറകിലിടിക്കുകയും ഞങ്ങൾ തെറിച്ച് വഴിയിലേക്ക് വീഴുകയും ചെയ്തു. വളരെ തിരക്കുള്ള റോഡാണ്, പക്ഷേ തമ്പുരാന്റെ കരങ്ങളിലാണ് ഞങ്ങൾ വീണത്. എന്റെ കാലിന് മാത്രം ചെറിയൊരു പോറൽ സംഭവിച്ചു, എന്റെ മകന് ഒന്നും സംഭവിച്ചില്ല. ഞങ്ങളെ ഉള്ളം കൈയില് കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറയുന്നു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? നമുക്ക് കരങ്ങളടിച്ച് കൂട്ടായ്മയെ അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ പൊതിഞ്ഞ്, അവിടുത്തെ പരിശുദ്ധമായ ശരീരത്തിനുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന തമ്പുരാന്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ മക്കളും ചേർന്ന് ഗലീല എന്ന നാട്ടിൽ യേശു ജനങ്ങളെ തൊട്ടു, കുരുടർ മുടന്തർ സകലരെയും യേശു സൗഖ്യമാക്കി. ഹല്ലേലൂയ രാജാവിന്, ഹല്ലേലൂയ ദൈവത്തിന്, ഹല്ലേലൂയ രാജാവിന്, ഹല്ലേലൂയ രാജാവിന്. കൃപ ചൊരിയുന്ന തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളെയും സമർപ്പിക്കാം ദൈവകരങ്ങളിലേക്ക്. മുഴുവൻ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നവരെയും ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ മക്കളെയും, ഈ ആലയത്തിലെ വൈദികരെ ഒക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിക്കാം. വികാരിച്ചനെയും കൊച്ചന്മാരെയൊക്കെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന 2 വൈദികര് ഈ ശുശ്രൂഷ, ഇവിടുത്തെ ശുശ്രൂഷ പൂർത്തീകരിച്ച് അവർ മറ്റ് ആലയങ്ങളിലേക്ക് കടന്നുപോയി ശുശ്രൂഷയ്ക്കായിട്ട് കടന്നുപോവേ, അവരെയൊക്കെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവരുടെ ശുശ്രൂഷ ജീവിതം മഹത്വപൂർണ്ണമാകട്ടെ എന്ന് നമുക്ക് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ബലി അർപ്പിച്ച വൈദികരാണ്. അവരെല്ലാം ഓർത്ത് അവരുടെ ആത്മീയ ജീവിതം, അവരുടെ ജീവിതയാത്രയെല്ലാം ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞ് ശുശ്രൂഷിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഈശോയെ വലിയ കാരുണ്യം കാണിക്കണേ, വലിയ അഭിഷേകം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കും. മരുന്നോ ലേപനമോ ഔഷധമല്ല, കർത്താവിന്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. അവിടുന്ന് വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. ദൈവമേ, തിരുവചനങ്ങളിലൂടെ അവിടെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ കർത്താവിന്റെ വലിയ ശക്തി, വലിയ കാരുണ്യം ഓരോ ശരീരങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കുക, ഒരു നിമിഷം പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ നമ്മൾ ആരാധിക്കുക. കർത്താവിന്റെ ബലിപീഠം നിർമ്മിച്ച് ബലിയർപ്പിച്ച് പൂർവ്വപിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ചതുപോലെ സിഹിയോനോട്ടുശാലയില് പരിശുദ്ധ കന്യാമറിയവും 12 ശിഷ്യന്മാരും കർത്താവിന് ബലിയർപ്പിച്ച് ആ മഹത്വത്തില് പങ്കുചേർന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചതുപോലെ പൗലോസും ശീലാസും കാരാഗൃഹത്തില് ദൈവത്തെ ആരാധിച്ചതുപോലെ 3 ബാലന്മാര് അഗ്നികുണ്ഡത്തിനുള്ളില് ദൈവത്തെ ആരാധിച്ചതുപോലെ പ്രവാചകനായ ദാനിയേല് സിംഹക്കുഴിയില്
കർത്താവിനെ ആരാധിച്ചതുപോലെ ഹബക്കൂക്ക് പ്രവാചകൻ സഹനത്തിന്റെ മധ്യത്തില് ദൈവത്തെ ആരാധിച്ചതുപോലെ നമുക്കും ഒന്നു ചേർന്ന് ഇല്ലായ്മകളില് ദൈവം ദാനമായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹം തന്നിട്ടുണ്ട്. ആ അനുഗ്രഹത്തിനുള്ളിൽ നിന്നുകൊണ്ട് കർത്താവ് സഹനം തന്നിട്ടുണ്ടെങ്കിൽ ആ സഹനത്തിനുള്ളിൽ നിന്നുകൊണ്ട് തമ്പുരാന്റെ മഹത്വത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. വരും കാലഘട്ടങ്ങളില് ഒഴുകിയിറങ്ങുന്ന ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടപ്പോൾ തന്റെ ശരീരത്തെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുവാൻ വേണ്ടി പുത്രൻ തമ്പുരാൻ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം കണ്ട് ദൈവത്തെ ആരാധിച്ചതുപോലെ ഞാൻ പിതാവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങളിലേക്ക് നൽകും. അവിടുന്ന് വാഗ്ദാനം ചെയ്ത സഹായകൻ സിഹിയോൻ ഊട്ടുശാലയില് 12 അപ്പസ്തോലന്മാരിലേക്ക് വന്നു നിറഞ്ഞപ്പോൾ രക്ഷാകര പദ്ധതിയിലൂടെ ദൈവം ചൊരിഞ്ഞ കാരുണ്യം അവരുടെ ശരീരത്തില് വെളിപ്പെട്ടു. മക്കളെ, ഇന്ന് സഭയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ മക്കളുടെ ശരീരത്തിലും ഈ സാന്നിധ്യം തന്നെയാണ് വെളിപ്പെടുന്നത്. പത്രോസ് അനുഭവിച്ച ദൈവത്തിന്റെ സാന്നിധ്യം, പൗലോസ് അപ്പസ്തോലൻ അനുഭവിച്ച ദൈവത്തിന്റെ കാരുണ്യം ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, വലിയ ആഗ്രഹത്തോടെ, വലിയ തീക്ഷ്ണതയോടെ പ്രവാചകന്മാരോട് ദൈവത്തെ ആരാധിക്കാം. സ്ത്രീഹന്മാരുടെ ദൈവത്തെ ആരാധിക്കാം. സഭാപിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കാം. സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുരോഹിതന്മാരുടെ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്യസ്തരുടെ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. അൽമായരുടെ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? സുറാഫുകളോട് ചേർന്ന്, മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് സ്വരമുയർത്തി എല്ലാവരും സ്തുതിച്ചേ. പോരന്നേ, 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 പോരന്നേ. സ്തുതിപ്പിന് തടസ്സം നിൽക്കുന്ന സകല ദുഷ്ടപിശാചുക്കളെയും അധരത്തിന്റെ എല്ലാ കെട്ടുകളെയും സജീവനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, സഭാപിതാവിന്റെ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, കർദിനാളിന്റെ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, മാർപ്പാപ്പയുടെ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, പത്രോസിന് യേശു കൊടുത്ത അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ മേല് എന്റെയും ഇവിടെയും അധരത്തെ തടസ്സപ്പെടുത്തുന്ന, ദൈവാരാധനയ്ക്ക് തടസ്സം നിൽക്കുന്ന സകല ദുഷ്ടപിശാചുക്കളെയും അവയുടെ പ്രവർത്തനങ്ങളെയും ഓരോ മക്കളിൽ നിന്ന്, ഈ ആലയത്തിന്റെ പരിസരങ്ങളിൽ നിന്ന്, വായുമണ്ഡലത്തിൽ നിന്ന് യേശു നാമത്തില് ഓരോ മണൽത്തരികളിൽ നിന്ന് ബന്ധിച്ച് നിത്യനരത്തിലേക്ക് ബഹിഷ്കരിക്കുന്നു. യേശു നാമത്തിൽ വിട്ടകന്നു പോകുക. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ബന്ധന വഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, മൺകുടമുളയും തീകത്തീടും ആരാധനയിങ്കൽ. വഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, മൺകുടമുളയും തീകത്തീടും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ.
അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ബന്ധനമണിയും കെട്ടുകളണിയും ആരാധനയിങ്കൽ, മൺകുടമുഴയും തീ കത്തിയിടും ആരാധനയിങ്കൽ. ബന്ധനമണിയും കെട്ടുകളണിയും ആരാധനയിങ്കൽ, മൺകുടമുഴയും തീ കത്തിയിടും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ, കോട്ടകൾ തകരട്ടെ. പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ, കോട്ടകൾ തകരട്ടെ. പരിശുദ്ധാത്മാവേ, യേശുനാമത്തിൽ യേശു രക്തത്താൽ, യേശുനാമത്തിൽ യേശു രക്തത്താൽ, രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ. പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ. പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ. സാത്താൻ സാത്താൻ തകർന്നു വീഴട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ. സാത്താൻ സാത്താൻ തകർന്നു വീഴട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ. ബന്ധനം ബന്ധനം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ. ബന്ധനം ബന്ധനം നീങ്ങിപ്പോകട്ടെ. ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ, കോട്ടകൾ തകരട്ടെ. പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ, കോട്ടകൾ തകരട്ടെ. പരിശുദ്ധാത്മാവേ, യേശുനാമത്തിൽ യേശു രക്തത്താൽ, യേശുനാമത്തിൽ യേശു രക്തത്താൽ, രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ. പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ. പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ. സാത്താൻ സാത്താൻ തകർന്നു വീഴട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ. സാത്താൻ സാത്താൻ തകർന്നു വീഴട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ. ബന്ധനം ബന്ധനം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിലൊഴുകട്ടെ. ബന്ധനം ബന്ധനം നീങ്ങിപ്പോകട്ടെ. ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ, കോട്ടകൾ തകരട്ടെ. പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ, കോട്ടകൾ തകരട്ടെ. പരിശുദ്ധാത്മാവേ, യേശുനാമത്തിൽ യേശു രക്തത്താൽ, 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 യേശുനാമത്തിൽ യേശു രക്തത്താൽ. ഹല്ലേലൂയ. കൃപ ചൊരിയുന്ന ഓരോ മണിക്കൂറുകളെ ഓർത്ത് നമുക്ക് ദിവസത്തിന് നന്ദി പറയാം. തമ്പുരാന്റെ അനന്തമായ കാരുണ്യം. ഐക്യരിച്ചിറ ഇടവക്കാരി ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തി 6 വർഷമായിട്ട് മുടങ്ങാതെ ആരാധനയിൽ കുർബാനയിലും പങ്കെടുത്തുകൊള്ളുന്നു. എന്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം ഇടുന്നത്. അവൾ ഇപ്പോൾ 8ാം മാസം ഗർഭിണിയാണ്. 4-5 മാസങ്ങളിൽ സ്കാൻ ചെയ്തപ്പോൾ പ്ലാസന്റ ഗർഭപാത്രത്തോട് ഒട്ടിയിരിക്കുന്നു. അതുകൊണ്ട് 7-8 മാസം കഴിയുമ്പോൾ ആകുമ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും, ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ കുവൈറ്റിൽ നേഴ്സാണ്. ഞാൻ കരഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. രാത്രിയിൽ 3 മണിക്ക് എഴുന്നേറ്റ് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അൾത്താരയിൽ പൂവെച്ച് ആരാധന നടത്തിക്കൊള്ളാൻ നേർന്ന് 6ാം മാസം സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് 1000 നന്ദി രേഖപ്പെടുത്തുകയും 17-ാം തീയതി ഫെബ്രുവരി 17-ന് പ്രസവത്തിന്റെ ഡേറ്റ് ഡോക്ടർ പറഞ്ഞ സമയമാണ്. ഇവിടെ വരെ നമുക്ക് കരങ്ങൾ ഉയർത്തി ആ സഹോദരിയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവ് കൊടുത്ത വലിയ അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്വരമുയർത്തി നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ വിളിക്കാമോ? യുഗാന്ത്യം വരെ കൂടെ ആയിരുന്നു കൊണ്ട് അനുഗ്രഹം തരുവാൻ വേണ്ടി സ്വർഗം വിട്ട് അപ്പത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ കാരുണ്യത്തെ ഒന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ, ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ഹല്ലേലൂയ. ഈ ഇടവകയിൽ തന്നെയുള്ള ഒരു വ്യക്തി സാക്ഷ്യം. കഴിഞ്ഞ ആഴ്ചയിലെ ദിവ്യകാരുണ്യ ആരാധന സമയത്ത് അടുത്ത വെള്ളിയാഴ്ചത്തെ ആരാധനയിൽ എനിക്ക് സാക്ഷ്യം എന്റെ സാക്ഷ്യം തന്നെ വായിച്ച് കേൾക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിച്ച് അപേക്ഷിച്ചു. അതിന്റെ ഫലമായി 2 മാസമായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടും വിൽക്കാൻ സാധിക്കാതിരുന്ന വസ്തു വിൽക്കുന്നതിനും അതുവഴി എനിക്ക് ന്യൂസിലാൻഡിൽ പോകുവാനുള്ള പ്രോസസ്സിംഗ് തുടങ്ങുവാൻ സാധിച്ചു. IELTS പരീക്ഷയിൽ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ എനിക്ക് ആവശ്യമായ സ്കോർ നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയിൽ പങ്കുചേർന്ന ഇടവകയിലുള്ള സഹോദരന്, കുടുംബത്തിന് ദൈവം കൊടുത്ത അനന്തമായ കാരുണ്യം ഇടവകയിലുള്ള മുഴുവൻ മക്കളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അപ്പത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശു ഓരോ മക്കളെയും ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തന്റെ അനുഗ്രഹത്താൽ നിറയ്ക്കുന്ന ധന്യ നിമിഷത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ ഈ കുടുംബാളൊരു ശുശ്രൂഷയിൽ 5 വർഷമായിട്ട് പങ്കുചേരുന്ന ഒരു കുടുംബം ആ മകനു വേണ്ടി കണ്ണുനീരൊഴുക്കി ദിവസനെ പ്രാർത്ഥിച്ചു, വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി. അങ്ങനെ 13 ആഴ്ച ആരാധനയിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് വെള്ളിയാഴ്ച ആരാധന നടത്തിക്കൊള്ളാമെന്ന് നേർന്നതിന്റെ ഫലമായി 3ാമത്തെ ആഴ്ചയിൽ വിവാഹാലോചന വരികയും അത് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടുകയും കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. ഒരുപാട് തടസ്സങ്ങളുണ്ടായി. ഭർത്താവിന് ഫിക്സ് ഉണ്ടായി. അങ്ങനെ മകളുടെ കൊച്ചിന് മരണത്തോട് അടുത്ത് ശ്വാസം മുട്ടൽ, മരണതുല്യമായ ശ്വാസം മുട്ടൽ അനുഭവം. അങ്ങനെ വീട്ടിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം ഉണ്ടായപ്പോഴും തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ആ കുടുംബത്തിൽ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് വിവാഹം നടന്നു എന്ന് സാക്ഷ്യപ്പെടുത്തി. വലിയ പീഡകളും വ്യാധികളും ഒക്കെ ആ കുടുംബത്തെ അലട്ടിയിട്ടും ഒരു പ്രശ്നം കൂടാതെ മനോഹരമായിട്ട് ആ കുടുംബത്തില് ആ വിവാഹം മംഗളകരമായി നടന്നു എന്ന് ആ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? നമുക്ക് കരങ്ങൾ അടിച്ചു പാടി പ്രാർത്ഥിക്കാം. സഹനത്തിന്റെ മധ്യത്തിലോ പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ കർത്താവ് തരികയാണ്. വേദനയുടെ മധ്യത്തിലോ, തകർച്ചകളുടെ മധ്യത്തിലോ, ദാരിദ്ര്യത്തിന്റെ മധ്യത്തിലോ, കടബാധ്യയുടെ മധ്യത്തിലോ, തകർച്ചയുടെ മധ്യത്തിലോ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഈശോ അഭിഷേകം തരികയാ. അതിനപ്പുറത്ത് ദൈവത്തിന്റെ കാരുണ്യം ഇതാ വെളിപ്പെടുന്നു. കരമുയർത്തി ഒരിക്കൽ കൂടി ഒന്ന് വിളിക്കാം. ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം. പഠിച്ചു എല്ലാവരും. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ, ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം.
ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ധനം ബലം ജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായവനേ. ധനം ബലം ജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായവനേ. മഹത്വം പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും മഹത്വം പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. സത്യത്തിൽ നാം ആരാധിച്ചിടാം. കരങ്ങൾ ഉയർത്തി അടിച്ചു പാടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. കുരുടരും ചെകിടരും മൂകരും മുടന്തരും കർത്താവിനെ ആരാധിക്കുമ്പോ കുരുടരും മുടന്തരും മൂകരും മുടന്തരും കർത്താവിനെ ആരാധിക്കുമ്പോൾ ജീവൻ ലഭിച്ചവർ നാം ജീവനുള്ളവരെ പോൽ ജീവൻ ലഭിച്ചവർ നാം ജീവനുള്ളവരെ പോൽ ജീവനിലെന്നും ആരാധിച്ചിടാം. ജീവനിലെന്നും ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. സാന്നിധ്യം നിറയട്ടെ, വലിയ കൃപ വർഷിക്കപ്പെടട്ടെ, കർത്താവിന്റെ മഹത്വം ദൈവജനത്തില് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സ്വയെ കരുണ കാണിക്കണമേ. ഇവിടെ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളുടെ മേലും, ഭവനങ്ങളിലായിരിക്കുന്ന മക്കളുടെ മേല്, രോഗികളായിരിക്കുന്ന മക്കളുടെ മേല് കർത്താവിന്റെ കാരുണ്യം ശക്തമായിട്ട് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം വ്യാപരിക്കട്ടെ. സകല ബന്ധനങ്ങൾ അഴിയട്ടെ. രോഗത്തിന്റെ ബന്ധനങ്ങള് വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ അത്ഭുതകരമായ ദൈവിക ശക്തിയാൽ വിട്ടകന്നു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിന്റെ മേൽ വ്യാപരിക്കുന്ന സകല അന്ധകാര ശക്തികളെയും അശുദ്ധാത്മാക്കളെയും ഈ ശുശ്രൂഷയ്ക്ക് തടസ്സം നിൽക്കുന്ന, ആത്മീയ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന സകല ദുഷ്ടപിശാചുക്കളെയും അവയുടെ പ്രവർത്തനങ്ങളെയും സജീവനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് യേശുനാമത്തിൽ അവയെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തിൽ വിട്ടകന്നു പോകുക. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, 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 ഈശോയെ എന്ന് വിളിക്കുന്നു. കരമടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് വലിയ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു. യേശുവിന്റെ അത്ഭുത ശക്തിയാല്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാല് ദൈവജനത്തിന്റെ ശരീരങ്ങളിൽ നിന്ന് പീഡകള്, വ്യാധികള്, തകർച്ചകള് എല്ലാം വിട്ടുകൊണ്ടു പോകുന്നു. കരമുയർത്തി ഒരിക്കൽ കൂടി വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. കരമടിച്ച് വീണ്ടും പാടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലേ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാലേ ബന്ധനത്തിൽ നിന്നും വിടുതൽ.
ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. പഠിച്ചു എല്ലാ പാപബന്ധനങ്ങളും അഴിയട്ടെ. യേശുവിന്റെ പരിശുദ്ധമായ തിരിച്ചോരോ ഓരോ ശരീരങ്ങളിലും നിറയട്ടെ. കാനായിലെ കല്യാണ വിരുന്നിലോ കൽഭരണികളിലോ ജലം നിറഞ്ഞതുപോലെ ആത്മാവിന്റെ അഭിഷേകം വ്യക്തി ജീവിതങ്ങളിലോ നിറയപ്പെടട്ടെ. പരിശുദ്ധമായ രക്തം വക്കോളം നിറഞ്ഞ് എല്ലാ രോഗങ്ങളും പീഡകളും തകർച്ചകളും വ്യാധികളും എല്ലാം ജീവിതങ്ങളിൽ നിന്ന് യേശുവിന്റെ അത്ഭുത ശക്തിയാല് കാൽവരിയിൽ അർപ്പിച്ച പരിശുദ്ധമായ ബലിയുടെ ശക്തിയാല് ശരീരങ്ങളിൽ നിന്ന് അകന്നു പോകട്ടെ. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, 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 ഈശോയെ എന്ന് വിളിക്കുന്നു. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. ഞാനും എന്റെ കുടുംബവുമെല്ലാം യേശുവിന്റേതു മാത്രം. യേശുവേ, ഞാനും എന്റെ കുടുംബവുമെല്ലാം യേശുവിന്റേതു മാത്രം. ഈശോയുടെ മാത്രം. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, എല്ലാ മക്കളിലും നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, എല്ലാ കുടുംബങ്ങളിലും നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, കൃഷിയിടങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, ബിസിനസ് മേഖലയിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, കുഞ്ഞുങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, യുവതി യുവാക്കന്മാരിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, ഗർഭസ്ഥ ശിശുക്കളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, വിവാഹ തടസ്സം നേടുന്ന മക്കളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, ജോലിയില്ലാത്ത മക്കളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, മദ്യപാനികളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, ജഡിക പാപങ്ങളിൽ വസിക്കുന്നവരിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, പുകവലിക്കുന്നവരിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. സ്വരമുയർത്തി അഭിഷേകത്തോടെ കരമടിച്ച് പ്രാർത്ഥിക്കുക. ആത്മാവെ വ്യാപരിക്കണമേ. അവിടുത്തെ ദൈവികമായ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. തിരുവിലാവിൽ തൊഴുകിയിറങ്ങിയ ദൈവിക രക്തം ഓരോ മക്കളെയും സുഖപ്പെടുത്തുന്ന ദൈവകാരുണ്യത്തിന്റെ ശക്തി ഓരോ മക്കളിലേക്കും
ശരീരങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക്, തലമുറകളിലേക്ക് വ്യാപരിച്ചുകൊണ്ട് അവിടെയെല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നു. വിശ്വാസത്തോടെ തിരുവിലാവിലേക്ക് ഒന്ന് കരനീട്ടി വിശുദ്ധ തോമാശ്ലീഹ നിലവിളിച്ചതുപോലെ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. അവനോടുകൂടെ നമുക്കും പോയി മരിക്കാം. കരമുയർത്തി വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം, യേശുവേ എന്ന് വിളിക്കാം, യേശുവേ എന്ന് വിളിക്കാം, യേശുവേ എന്ന് വിളിക്കാം, യേശുവേ എന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം. കരമടിച്ചു വീണ്ടും പാടി പ്രാർത്ഥിക്കുന്നു. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ഈശോയേ, മരണത്തെ ജയിച്ചവനേ, ഈശോയെ, ഈശോയേ, മരണത്തെ ജയിച്ചവനേ, അപ്പത്തിൽ വസിക്കുന്നവനെ, ഈശോയേ, മരണത്തെ ജയിച്ചവനേ, ദൈവത്തിന്റെ കാരുണ്യമേ, ഈശോയേ, മരണത്തെ ജയിച്ചവനേ, ദൈവത്തിന്റെ പുത്രനെ, ഈശോയേ, മരണത്തെ ജയിച്ചവനേ, കർത്താവായി അധിപതിയായി നീ വാഴണം. സ്വരമുയർത്തി കർത്താവായി അധിപതിയായി നീ വാഴണമേ. യേശുവേ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വ്യാധികളെ പീഡകളോ ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, കൂടോത്ര ശുദ്രവിദ്യ വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ഏതൊരു ശക്തികളോ ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, ഏതൊരു പ്രാർത്ഥനകളോ കെട്ടുകൾ പൊട്ടട്ടെ, എല്ലാം തകരട്ടെ, ബന്ധനമഴിയട്ടെ, ദുഷ്ടശക്തികളോ കെട്ടുകൾ പൊട്ടട്ടെ, ദുഷ്ടപിശാചികളോ ബന്ധനമഴിയട്ടെ, ദുഷ്ടാരൂപികളോ കെട്ടുകൾ പൊട്ടട്ടെ, തകർന്നു വീഴട്ടെ, ബന്ധനമഴിയട്ടെ, സത്യത്തിന്റെ മയക്കുമരുന്നിന്റെ കെട്ടുകൾ പൊട്ടട്ടെ, സ്വയംഭോഗ സ്വർഗ്ഗമോഹം വ്യഭിചാരത്തിന്റെ കെട്ടുകൾ അന്ധകാര ശക്തികളോ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, അന്ധകാരികളെ നീങ്ങിപ്പോട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, തലമുറയായിട്ടുള്ള ദുഷ്ടവിശ്വാസങ്ങൾ ബന്ധനമഴിയട്ടെ, അവിശ്വാസത്തിന് അന്ധവിശ്വാസത്തിന് പൊട്ടട്ടെ, സത്യത്തിന്റെ മയക്കുമരുന്നിന്റെ ബന്ധനമഴിയട്ടെ, ഭയവാസിയുടെ രോഗങ്ങളെ പൊട്ടട്ടെ, തകർച്ചയുടെ അപകടത്തിന്റെ ബന്ധനമഴിയട്ടെ, അപകടത്തിന്റെ ബന്ധനങ്ങളോ കെട്ടുകൾ പൊട്ടട്ടെ, അപകടത്തിന്റെ ബന്ധനങ്ങളോ ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, മാരക രോഗങ്ങളുടെ ബന്ധനങ്ങളോ ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പകർച്ചവ്യാധികളുടെ ബന്ധനങ്ങളോ ബന്ധനമഴിയട്ടെ, കെട്ടുകൾ മാരകമായ എല്ലാ രോഗങ്ങളുടെ അരുവികളോ ബന്ധനമഴിയട്ടെ, കെട്ടുകൾ യേശുനാമത്തിൽ നീങ്ങിപ്പോട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശുവേ, യേശുവേ, എല്ലാവരും യേശുവേ, സ്വരമുയർത്തി യേശുവേ, അഭിഷേകത്തോടെ യേശുവേ, 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 എല്ലാവരും ചേർന്ന് ഈശോയെ വിളിക്കുന്നു, യേശുവേ, വികാരനാഥനെ വിളിക്കുന്നു, യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ. നമുക്ക് മുട്ടുമേലായിരിക്കാം. യേശുവേ നന്ദി. വലിയ സാന്നിധ്യം വെളിപ്പെടുന്നുണ്ട്. ഈശോ നമ്മോട് സംസാരിക്കുന്നുണ്ട്.
അബ്രാഹത്തോട് സംസാരിച്ച അതേ ദൈവം തന്നെ നമ്മോട് സംസാരിക്കുന്നുണ്ട് ഈ നിമിഷങ്ങളിൽ. കാതുകളെ തുറന്ന്, ആന്തരിക നേത്രങ്ങളെ തുറന്ന് തമ്പുരാന്റെ സ്വരം കേൾക്കുവാൻ, ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ കാതുകളെ നമുക്ക് നിമിഷം വിട്ടുകൊടുക്കാം. ഈശോയെ, അവിടുത്തെ സ്വരം കേൾക്കുവാനുള്ള വലിയ കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചേ. വലിയ സ്വരം കേൾക്കുവാൻ, ഇടിമുഴക്കത്തിൻ്റെതുള്ള വലിയ ശബ്ദം കേൾക്കുവാനുള്ള വലിയ ആഗ്രഹ തീഷ്ണത നമുക്ക് ഈ നിമിഷം ആഗ്രഹിക്കാം. എന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ അഭിഷേകം ചെയ്യും. സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുക, എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വള്ളി അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവന്റെ കാൽപാദങ്ങളുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഈശോയെ, ആ വലിയ കാരണത്തിന് മുമ്പിൽ മുട്ടിമടക്കിയിരിക്കും ഞങ്ങളെല്ലാവരും. കരുണ കാണിക്കണേ. പാവികളും അയോഗ്യരുമായിരുന്നിട്ടും ദൈവമേ, അവിടുന്ന് എത്രമാത്രം കരുണയെ കാണിക്കുന്നത്. ബലഹീനമായ ശരീരങ്ങളെ ഏറ്റെടുക്കണേ ഈശോയെ. അശുദ്ധമായ ശരീരങ്ങളെയും അശുദ്ധമായ ചിന്താഗതികളെയും അശുദ്ധമായതിനെല്ലാം ഏറ്റെടുത്ത് വിശുദ്ധി തരണേ എന്ന് നമുക്ക് നിമിഷം കണ്ണുനീരോടെ തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം. വിശുദ്ധമായ ജീവിതം ഇനിയുള്ള കാലഘട്ടമെങ്കിലും കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ഈശോയെ, തലമുറകളിലേക്ക് അഭിഷേകം കടന്നു ചെല്ലണമെങ്കിൽ വിശുദ്ധമായ ജീവിതം ദൈവം ആഗ്രഹിക്കുകയാണ്. ബലഹീനതകളെ തകർത്ത് കളയുന്ന ദൈവത്തിന്റെ വലിയ കാരുണ്യം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധരുടെ ജീവിതത്തിൽ അവിടുന്ന് അനുവദിച്ച് വിശുദ്ധിയുടെ അഭിഷേകം നമുക്ക് ചോദിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ശരീരം ബലഹീനമാ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ യേശു പറയുകയാ, നിന്റെ ശരീരം ബലഹീനമാണ്, അതുകൊണ്ട് നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. കാൽവരിയിലെ ബലിയുടെ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ഉണർന്നിരുന്നുള്ള പ്രാർത്ഥന ആവശ്യമാണെന്ന് ശിഷ്യന്മാരുടെ അടുത്ത് ചെന്ന് 3 പ്രാവശ്യം ഓർമ്മപ്പെടുത്തിയ കർത്താവിന്റെ കാരുണ്യം ഇതാ നമ്മോടും പറയുക, മക്കളെ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. ശരീരം ബലഹീനമാണ്. മനസ്സ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ബലഹീനമായ ശരീരം മനസ്സിനെ തളർത്തിക്കളയുകയാണ്. നമുക്ക് ഈ നിമിഷം ബലഹീനതകളെ ഏറ്റെടുക്കുന്ന തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ദൈവമേ, ഒരു ദിവസം മുഴുവൻ അവിടുത്തെ സന്നിധിയിൽ വേല ചെയ്യുവാനുള്ള വലിയ കൃപ ഒരു ദിനാറിയ ഈശോ കൊടുക്കുന്നു. മുന്തിരിത്തോട്ടത്തോട് ഉപമിക്കുക ദൈവരാജ്യത്ത്. ആ കൃഷിയിടത്തില് രാവും പകലും അധ്വാനിക്കുന്ന ഓരോ ദൈവവിതലിനെയും തമ്പുരാൻ അനുഗ്രഹിക്കുക. അവസാന മണിക്കൂറിലും കടന്നു വരുന്നവന് ആദ്യത്തേവന് കൊടുത്തതുപോലെ കൊടുക്കുന്ന ദൈവത്തിന്റെ കാരുണ്യം. പാപത്തിലും പാപ സാഹചര്യങ്ങളെ മുഴുകിയിരിക്കുന്ന ഞാനും നിങ്ങളും എപ്പോ കർത്താവിന്റെ സന്നിധിയിലേക്ക് പാപത്തെയും പാപ സാഹചര്യത്തെയും ഉപേക്ഷിച്ചു വരുന്നുണ്ടോ, അപ്പോൾ മുതൽ തമ്പുരാൻ അവിടുത്തെ രാജ്യത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ദ്രവ്യത്തോടുള്ള ആസക്തിനെ എപ്പോ വിട്ടുമാറി തമ്പുരാന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ നീ ദൈവരാജ്യത്തിന് അവകാശിയാ. തമ്പുരാൻ മുന്നറിയിപ്പ് തരിക, തന്റെ പുത്രനിലൂടെ ദൈവം മുന്നറിയിപ്പ് തരിക. ദരിദ്രർക്ക് കൊടുക്കുമ്പോഴാ, ദൈവരാജ്യത്തിന് വേണ്ടി നീ അകമഴിഞ്ഞ് നീ കൊടുക്കുമ്പോഴാ ദൈവരാജ്യം നിന്നിലേക്ക് കടന്നു വരുന്നത്. ദരിദ്രനോട് നീ കരുണ കാണിക്കുമ്പോൾ, ദേവാലയത്തോട് നീ കരുണ കാണിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു. മക്കൾ പ്രാർത്ഥിച്ചേ, ഈശോയെ, ഞാൻ എന്റെ സമ്പത്ത് എന്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അത് വിടുതലാകുന്നില്ല. നീ ഉള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ. ആ മനോഭാവത്തെയാണ് ഈശോ വെളിപ്പെടുത്തി തരുന്നത്. ദരിദ്രരോട് കരുണ കാണിച്ചതിന് ശേഷം നീ നിന്റെ സമ്പത്ത് നിന്റെ മക്കൾക്ക് കൊടുത്താൽ അത് അനുഗ്രഹമായിട്ട് മാറും. ബന്ധനം അഴിച്ചു വേണം മക്കൾക്ക് കൊടുക്കാൻ.
അപ്പന് അമ്മയ്ക്ക് സമ്പത്തിനോട് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തോടെ അത് മക്കൾക്ക് കൊടുക്കുമ്പോൾ അത് ബന്ധന. മക്കളെ, ദ്രവ്യാസക്തി വിട്ട് മക്കൾക്ക് കൊടുക്കുമ്പോൾ മക്കള് അനുഗ്രഹിക്കപ്പെടുകയാണ്. ദ്രവ്യാസക്തി വിട്ടുപോകുവാൻ മക്കൾക്ക് വിട്ടുകൊടുക്കുന്നത് അനുഗ്രഹമല്ല. നിന്റെ ഉള്ളിലുള്ള ആഗ്രഹത്തെ നീ ദരിദ്രർക്ക് കൊടുത്തുകൊണ്ട്, നീ സുവിശേഷത്തിന് വേണ്ടി നൽകിക്കൊണ്ട്, നീ ദരിദ്രരോട് കരുണ കാണിച്ചുകൊണ്ട്, നീ നിന്റെ സമ്പത്ത് നിന്റെ അവസാന കാലഘട്ടത്തിൽ നിന്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ നീ അനുഗ്രഹമായിട്ട് മാറുകയാ, ദൈവരാജ്യത്തില് നീ അവകാശിയായിട്ട് മാറുകയാ. മക്കൾ പ്രാർത്ഥിച്ചേ, ഈ വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അഭിഷേകം ഒഴുകിയിറങ്ങുക, ശക്തി വെളിപ്പെടുകയാണ്. സമ്പാദിച്ചു കൂട്ടിയിട്ട് ഒന്നും നഷ്ടപ്പെടാതെ മക്കളെ ഏൽപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കൊടുക്കുന്നത് ഈ ദ്രവ്യാസക്തിയിൽ നിന്നുകൊണ്ട് അത് മക്കളുടെ ജീവിതത്തിൽ ഫലമണിയത്തില്ല. അത് അവസാന നാളുകളിൽ അവർക്ക് ദുരന്തമായിട്ട് മാറുകയാ, ദുരിതമായിട്ട് മാറുകയാ, വലിയ കടക്കണിയായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരികയാണ്. അവസാന നാളുകളിൽ, അവരുടെ അവസാന നാളുകളിൽ തമ്പുരാനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഈശോയെ ഞങ്ങളുടെ മേല്, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേല്, ഞങ്ങളുടെ കൃഷിയിടങ്ങളുടെ മേല്, ഞങ്ങളുടെ അധ്വാനത്തിന്റെ മേഖലയുടെ മേല് ദൈവമേ നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ. അവിടെ കാരുണ്യം വെളിപ്പെടണം. നിന്റെ സമ്പത്തിന്റെ മേല് ദൈവം കരുണ കാണിക്കണം. ധനവാനോട് ഈശോ പറയുന്നുണ്ട്, എല്ലാ പ്രമാണവും ഞാൻ അനുസരിക്കുന്നുണ്ട്, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, എല്ലാം തന്നെ അനുസരിക്കുന്നുണ്ട്. പക്ഷെ നിന്റെ മനോഭാവം തെറ്റാ, നിനക്ക് ദരിദ്രരോട് കരുണയില്ല. നീ ദരിദ്രർക്ക് വേണ്ടി നിന്റെ സമ്പത്തിന്റെ മുഴുവൻ നിനക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല, നിനക്ക് മനോഭാവമില്ല. നിനക്ക് കിട്ടുന്ന വരുമാനം അത് മുഴുവനും നിനക്ക് ദരിദ്രർക്ക് വേണ്ടി നീ ചെലവഴിച്ചിട്ട്, പ്രിയ ദൈവജനമേ, ആ കാരുണ്യത്തെ നീ അവരുടെ മേല നീ കരുണ കാണിച്ചതിന് ശേഷം നിന്റെ സമ്പത്ത് നീ നിന്റെ മക്കൾക്ക് വിട്ടുകൊടുത്താൽ അത് അനുഗ്രഹമായിട്ട് മാറുക. തിരിച്ചറിവില്ലാത്ത ജീവിതങ്ങള്, തിരിച്ചറിവില്ലാത്ത ചില തെറ്റായ ബോധ്യങ്ങള് നമ്മുടെ ജീവിതത്തെ അവസാന നാളുകളിൽ ദൈവരാജ്യത്തിന് അവകാശിയാക്കി തീർക്കത്തില്ല. നമുക്ക് നിമിഷങ്ങളിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി ദീപിക്കട്ടെ? ദൈവരാജ്യത്തിന് വേണ്ടി. ഒരു വചനം പോലും വളച്ചൊടിക്കാതെ ആ വചനത്തിൽ നിലനിൽക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കട്ടെ. കരുണ കാണിക്കണേ ഈശോയെ, കരുണ കാണിക്കണേ. എൻ്റെ മക്കളോട് കരുണ കാണിക്കുന്നത് പോലെ വേദനിക്കുന്ന ഓരോ മക്കളോടും കരുണ കാണിക്കുവാനുള്ള വലിയ കൃപ തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ഒന്ന് വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം. സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം. കരുണ തോന്നണേ ഈശോയെ. നമുക്ക് ഗായകരോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുവചനം തിരിച്ചറിയുവാനും തിരുവചനം അനുസരിച്ച് ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. എപ്പോൾ നാം അനുദപിച്ച് ദൈവരാജ്യത്തിൽ ശുശ്രൂഷിക്കുവാൻ നീ കടന്നു വരുന്നോ ആ സമയത്ത് തൊട്ട് നിനക്ക് ലഭിക്കുന്നത് ഒരു താലന്താ. അവസാന മണിക്കൂറിലാണെങ്കിലും നീ മാനസാന്തരപ്പെട്ടെങ്കിലോ നിനക്ക് കിട്ടുന്നത് ഒരു താലന്താ. ഈശോയെ, വലിയ കരുണ കാണിക്കണേ ഈശോയെ. അവസാന മണിക്കൂറിലെങ്കിലും സത്യത്തെ തിരിച്ചറിഞ്ഞ് സത്യാത്മാവിൽ നിലനിന്നുകൊണ്ട് സത്യത്തിന്റെ പൂർണ്ണത്തിലേക്ക് കടന്നു വന്ന് ആ സത്യത്തിൽ ജീവിക്കുവാനുള്ള വലിയ അഭിഷേകവും കൃപയും തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഭാരമേറും ജീവിതം എണ്ണവതിയ വിളക്കുമാ നീങ്ങിടും ജീവിതം വീണുടഞ്ഞ മൺ പാത്രമാണു ഞാൻ നാഥ, വീണ്ടുമൊരു ജനനം നൽകിയിടേണമേ നാഥ. കരുണ തോന്നണേ, അലിവു തോന്നണേ. എല്ലാവരും ചേർന്ന് പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ.
പൂർവപാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ. രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു. പൂർവപാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ. രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു. ദൈവത്തിനാത്മാവ് എന്നിൽ നിർവീര്യമാ. പാപമെന്നെ പാതാള വഴിയിലെത്തിച്ചു. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. എല്ലാവരും ചേർന്ന് കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ദിവസത്തിൽ ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ കുടുംബങ്ങളെയും അവരുടെ എല്ലാ നിയമങ്ങളെയും സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യനാഥന്റെ സന്നദ്ധി പൊക്കിൽ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന എല്ലാ കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അതുപോലെ ദശാംശം ഈ ആലയത്തിൽ സമർപ്പിക്കുന്ന ഓരോ മക്കളെയും, ഈ ശുശ്രൂഷയ്ക്കായി സഹായിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുക. ധ്യാനത്തെ സഹായിക്കുന്ന മക്കളുണ്ട്, നോട്ടീസിന്റെ ഒക്കെ മേഖലയിൽ സഹായിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. നമുക്ക് കരങ്ങൾ ഉയർത്തി ആ ശുശ്രൂഷ സഹായിച്ചവര്, ധ്യാനത്തെ സഹായിച്ചവര്, ഈ ആലയത്തെ സഹായിക്കുന്നവര്, ഇങ്ങനെ ഒത്തിരിയേറെ നിരവധിയായ മക്കള് ഉണ്ട്. അവരെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിക്കാം. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിദേശ രാജ്യങ്ങളില് ഈ ശുശ്രൂഷ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടെ എല്ലാ നിയമങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കരമുയർത്തി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും, ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ മക്കളെയും അവരുടെ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കരമുയർത്തി ഒന്ന് വിളിക്കാം. ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം. ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമാപ്പം നീ, നിത്യമഹോന്നതമാപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യ കടാക്ഷം തൂഗണമേ
വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചു, പക്ഷേ ചില സാങ്കേതിക തടസ്സം കൊണ്ട് കടന്നു വരാൻ സാധിക്കാത്ത ആ മക്കളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഈശോയെ വലിയ കാരുണ്യം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കാം. പൈശാചിക ബന്ധനത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കുക. അവരെ ഓർത്ത് വിളിച്ചു പ്രാർത്ഥിക്കുക. ഈശോയെ ഇഷ്ടപ്പെടണമേ. ഇപ്പോൾ മദ്യത്തിന്, മയക്കുമരുന്നിന്, രോഗപീഠകളില് കഴിയുന്ന ഓരോ മക്കളെയും അവിടുന്ന് ഇപ്പോൾ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത്ഭുത ശക്തി ഇതാ വ്യാപരിക്കുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഓർത്ത് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധ്യാനം ഫെബ്രുവരി 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിലാണ്. അതിനുള്ള ബുക്കിങ്ങിനുള്ള സജ്ജീകരണങ്ങൾ ഇരുവശങ്ങളില് ദേവാലയത്തിലെ ഇരുവശങ്ങളിൽ